ആകാശ് വരുന്നുണ്ട്. ഇപ്പോൾ ആകാശ്, ഇത് ആ യുദ്ധത്തിൻ്റെ ഭീകരത നേരിട്ട് അനുഭവിച്ച ഒരു മലയാളി എന്ന നിലയ്ക്കാണ് ഏറ്റവും പ്രസക്തമാകുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസും. എവിടെയായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്, എങ്ങനെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഹർഷൻ, ഈ സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹം US-ൽ നിന്ന് ഒമാനിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് അന്ന് റെസ്റ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മുറിയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് എല്ലാവരും പരിഭ്രാന്തരായി നോക്കുമ്പോൾ ഈ എൻജിൻ മുറിയിലേക്ക് ഈ ഒരു സ്ഫോടനം നടന്നിരിക്കുകയാണ്. ഒരു ആക്രമണമുണ്ടായി, മിസൈൽ ആക്രമണമാണ്. അതിനുശേഷം ഇവർ എല്ലാവരും കൂടി ഒന്നിക്കുകയും കൂടാതെ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഇവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഒരാൾക്ക് ഇതിൽ അപകടം പറ്റിയിട്ടുണ്ട്, ഒരു ഇന്ത്യക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന് കൂടെ ഉണ്ടായ സഹപ്രവർത്തകനാണ്. ഇദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് പോലും അറിയാതെ അവർ കുറച്ച് നേരം അവിടെ ആ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ആളുകൾ എത്തി ഇദ്ദേഹത്തെ കൃത്യമായി അവിടെ നിന്ന് മാറ്റുകയും V-Ship കമ്പനിയുടെ കപ്പലായിരുന്നു. അവർ കൃത്യമായി ഇടപെട്ട് ഇദ്ദേഹത്തിനെ നാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോട് കൂടിയാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. ആദ്യം ഒമാനിൽ നിന്ന് മുംബൈയിലെത്തുകയും പിന്നീട് നാട്ടിലേക്ക് എത്തിക്കുകയുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു തന്നെ ഈ മരണത്തെ മുഖാമുഖം കണ്ടു എന്നതാണ്. കൂടെ 16ഓളം ഇന്ത്യക്കാരുണ്ടായിരുന്നു, അതിൽ മലയാളികളും ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ മലയാളികളും മറ്റുള്ളവരെയും ഒരു ഹോട്ടലിലാക്കിയിരുന്നു. ആ ഹോട്ടലിലാണ് വേറെയും മലയാളികൾ ഇത്തരത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. അവരോട് സംസാരിച്ചപ്പോൾ തന്നെ അവരെല്ലാം പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ടത് എന്ന് അറിയില്ല. അതിലാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, കൃത്യമായി അധികൃതരുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ വേണം, സർക്കാർ ഇടപെടണം, പ്രവാസികളായ മലയാളികളെ നാട്ടിലെത്തിക്കണം. എന്തായാലും അവിടെ ഒരു വലിയൊരു ഭീകരാന്തരീക്ഷമില്ല, എന്നാൽ പോലും ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വൈകിട്ടോട് കൂടിയായിരുന്നു അദ്ദേഹം എത്തിയത്. പിന്നീട് വീട്ടിലെത്തി, 2 മക്കളുണ്ട്, എല്ലാവരും വിളിച്ചു, കൂടാതെ തന്നെ ഭാര്യയുമായി സംസാരിച്ചു. വളരെ മാനസികമായി തന്നെ അദ്ദേഹം വലിയ പിരിമുറുക്കത്തിലാണ്. കാരണം വലിയൊരു അപകടത്തിൻ്റെ ഞെട്ടൽ വിട്ടുമാറാതെ ഇപ്പോഴും അദ്ദേഹം മാനസികമായിട്ട് തന്നെ വലിയൊരു വിഷമം നേരിടുന്നുണ്ട്. ഹർഷൻ. റൈറ്റ്.